ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഓർക്കും കേട്ടോ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണമെന്നൊക്കെ, പക്ഷെ എനിക്ക് പറ്റാറില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ ഒന്ന് കണ്ടാലോ? ഇന്ന് ഞായറാഴ്ചയായിട്ട് കുഞ്ഞാവയ്ക്കും കുഞ്ഞാറ്റയ്ക്കും പോളിയോ കൊടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം 5 വയസ്സിന് താഴോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇന്ന് പോളിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞായറാഴ്ചത്തെ ഇന്നത്തെ പള്ളിപ്പോക്കൊന്നും നടന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോയില്ല. കഴിഞ്ഞ ഞായറാഴ്ച വാവച്ചിക്കും കുഞ്ഞാറ്റയ്ക്കൊക്കെ വയറിനൊന്നും സുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്നറിയത്തില്ല. ഞങ്ങൾ കോതമംഗലം പള്ളിയിലെ പെരുന്നാളിനൊക്കെ പോയിട്ട് തിരിച്ചൊന്ന് ജ്യൂസൊക്കെ കുടിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വയറൊന്നും ശരിയായില്ല. അപ്പോൾ ഇതേ നമ്മളിവിടെ എത്തി കേട്ടോ. അപ്പം നമ്മുടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം അവിടെ കേട്ടോ നമ്മൾ പോളിയോ കൊടുക്കാനായിട്ട് വന്നത്. ചേട്ടായി കുഞ്ഞാറ്റേനെയും കുഞ്ഞാവിനെയും കൊണ്ട് കയറുന്നുണ്ട്. അപ്പം ഞാനാട്ടോ വീഡിയോ എടുക്കുന്നത്. കുഞ്ഞാറ്റ കയറി ചെന്നതേ കസേര കയറിയിരുന്ന് 2 തുള്ളി മരുന്ന് മേടിച്ച് കുടിച്ചിട്ട് ആൾ കൂളായിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. സാധാരണ അവൾ മരുന്ന് കുടിക്കാൻ ഒട്ടും നിൽക്കാറില്ല. അവൾക്ക് ഭയങ്കര മടിയാണ് കുടിക്കുന്ന മരുന്ന് കുടിക്കാൻ. പിന്നെ ഗുളിക കഴിച്ചിട്ടേ ഇല്ല, കഴിക്കത്തില്ല. പിന്നെ ഞാൻ കുഞ്ഞാവേനെ ഇരുത്തിയിട്ട് കുഞ്ഞാവ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെയോ സിസ്റ്റർ പിടിച്ച് കൊടുത്തു. എന്തായാലും ഞാൻ അവൾ ഇറക്കിയതിന് ശേഷം കേട്ടോ ഞാൻ അവൾ നേരെ ഇരുത്തിയത്. പിന്നെ അതേ മരുന്ന് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങി, കുഞ്ഞാറ്റ ഇറങ്ങി. കുഞ്ഞാറ്റയുടെ കയ്യിൽ സിസ്റ്റർ മറ്റേ നെയിൽ പോളിഷ് ഇട്ട് തന്നു കേട്ടോ അവൾ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് അവിടെ ഒരു ഷോപ്പ്, ഞങ്ങളെപ്പോഴും പോകുന്നൊരു കടയിലാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന റൂം ടൗണിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പള്ളി, കടകൾ എല്ലാം അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്ന് വാങ്ങിക്കാം. ഈ കടയിലാട്ടോ ഞങ്ങൾ വന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ പൊടികളിടാനുള്ള ടിന്ന്, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ചെന്ന് കയറിയപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പള്ളിയിലേക്ക് കേട്ടോ. നമ്മളിന്ന് പള്ളിയിൽ കുർബാനയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ, ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊരു ഓർത്തഡോക്സ് പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിന്ന് പോയത്. നല്ല രസമുണ്ട് ആ പള്ളിയുടെ പരിസരമൊക്കെ കാണാൻ. നല്ല രസമാണ്. നല്ല വലിയ പള്ളി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ ചൂടായിരുന്നു, നല്ല പൊരിഞ്ഞ ചൂടാട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിയുടെ അകത്ത് കയറി കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പള്ളിയിൽ കയറുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് കഴിയുമ്പം 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഏത് പുതിയ പള്ളിയിൽ ചെന്നാലും, അതായത് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഏത് പള്ളിയിൽ ചെന്നാലും ഞാൻ ഏതെങ്കിലും 3 കാര്യങ്ങൾ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ കുഞ്ഞാറ്റനെ കൊണ്ട് ചേട്ടായി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞാവ് കയറണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞാവ തന്നെ കയറുകയാണെങ്കിൽ കയറട്ടെ, എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി അവിടെ വെയിറ്റ് ചെയ്യട്ടെ അവൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കൈയൊക്കെ കാണിച്ചു ചേട്ടായി എടുക്കാൻ വേണ്ടി. പിന്നെ ആൾ കയറി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് 1 വയസ്സ് കഴിഞ്ഞു കേട്ടോ. ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ അവൾ നടന്നോളൂ എന്ന് വിചാരിക്കണം. നടക്കും. അപ്പോൾ പിന്നെ അത് ഈ കുഞ്ഞാവിനെ കൊണ്ട് ചേട്ടായി പ്രാർത്ഥിച്ചു. അവിടെ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ കുഞ്ഞാറ്റ അവിടെ എന്തോ പുരിപ്പാണ്. അവൾ എല്ലായിടത്തും ഈ ജനൽ വഴിയൊക്കെ കയറി നിൽക്കുകയും ചാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പള്ളി കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ടാട്ടോ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും കുഞ്ഞാവ് സൈഡായി. കുഞ്ഞാവ് വയ്യാണ്ടായി, നല്ല ചൂടല്ലായിരുന്നോ. പിന്നെ അവളെ ഞാൻ ഉറക്കി. പിന്നെ ഞങ്ങളൊരു മന്തി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചേട്ടായി പറഞ്ഞു എടി നമുക്കൊരു മന്തി വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് ഇരിപ്പുണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ.
ഞങ്ങളങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറില്ല, ഞാനിവിടെ ഉണ്ടാക്കാറാണ്. എനിക്കങ്ങനെ ഫുഡ് വാങ്ങിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയാലും കഴിക്കാറുണ്ട്, പിന്നെ കുഞ്ഞാവ ഉള്ളതുകൊണ്ട് സമ്മതിക്കില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാറുമില്ല. ഇപ്പോൾ കഴിച്ചാൽ തന്നെ ഞങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് റൂമിൽ വന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടായിട്ട് പറയുക, മന്തിക്ക് നല്ല ഉപ്പുണ്ടായിരുന്നു. പക്ഷേ നല്ല ഉപ്പല്ല, അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ ഇത് ഇന്നലെ വാങ്ങിച്ച ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ.